106 റൺസിൻ്റെ തോൽവിയാണിന്ന് ഡൽഹി ഏറ്റുവാങ്ങിയത്. ഇതുപോലെ ഡൽഹി നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. 272 റൺസാണ് കൊൽക്കത്ത അടിച്ചുകൂട്ടിയത്. ഇന്ന് കളി കഴിഞ്ഞ് പോണ്ടിങ്ങും ഋഷഭ് പന്തും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷഭ് പന്ത് മോശം ക്യാപ്റ്റനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഋഷഭ് പന്തിനെ അറിയില്ല. കൊൽക്കത്ത ഡൽഹി ബൗളേഴ്സിനെ അടിച്ചു പറത്തുകയായിരുന്നു. എന്നിട്ടും ഋഷഭ് പന്ത് ബൗളേഴ്സിനെ വേണ്ട വിധം ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡഗ്ഔട്ടിലിരുന്ന് റിക്കി പോണ്ടിങ് എന്തോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഋഷഭ് പന്തിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ ദേഷ്യം റിക്കി പോണ്ടിങ്ങിനുണ്ടായിരുന്നു. ഇന്ന് കൊൽക്കത്തയുടെ ബാറ്റിംഗ് കഴിഞ്ഞ് ഋഷഭ് പന്ത് തിരിച്ചു വരികയായിരുന്നു. താരം പോണ്ടിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പോണ്ടിങ് ഋഷഭ് പന്തുമായിട്ട് ചൂടായിട്ട് എന്തോ സംസാരിച്ചു. ക്യാപ്റ്റൻസി ശരിക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരു താരത്തെ ക്യാപ്റ്റനാക്കുമെന്നാണ് റിക്കി പോണ്ടിങ് വ്യക്തമാക്കിയത്. ഋഷഭ് പന്ത് റിക്കി പോണ്ടിങ്ങുമായിട്ട് തിരിച്ച് ചൂടായി. ഒരു ടീം 272 റൺസ് അടിക്കണമെങ്കിൽ അത് എതിർ ടീമിൻ്റെ കുറ്റം തന്നെയാണ്, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ്റെ. ഋഷഭ് പന്ത് ഡൽഹി ടീമിൻ്റെ ക്യാപ്റ്റനായപ്പോൾ ഡൽഹി ടീം അധമതിച്ചിരിക്കുകയാണ്. പണ്ട് ശ്രേയസ് ഡൽഹി ടീമിനെ മികച്ച രീതിയിലാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഡൽഹി പ്ലേ ഓഫിൽ എപ്പോഴും എത്താറുണ്ട്. ഇപ്പോൾ ഋഷഭ് പന്ത് വന്നപ്പോൾ ഡൽഹി ടീം വീണിരിക്കുകയാണ്. റിക്കി പോണ്ടിങ് ഋഷഭ് പന്തുമായി കോർക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇവരുടെ സംസാരം കേട്ട് സഹകളിക്കാരും നോക്കുന്നുണ്ടായിരുന്നു. 272 റൺസ് കിട്ടിയാൽ ആർക്കായാലും ഒന്ന് ദേഷ്യം വരും. ഋഷഭ് പന്താണെങ്കിൽ ദേഷ്യം വന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ആ സമയത്താണ് റിക്കി പോണ്ടിങ് ചൂടായത്. ഋഷഭ് പന്തും തിരിച്ച് ചൂടാവുകയും ചെയ്തു. എന്തായാലും കൊൽക്കത്ത ഇന്ന് ലോക റെക്കോർഡാണ് സ്വന്തമാക്കിയത്. ഒരു ടീമിൻ്റെ രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ് കൊൽക്കത്ത ഇന്ന് നേടിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.